വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞാനിപ്പോൾ ഇന്ന് ഇവിടെ ഇങ്ങനെ എത്തിക്കുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് കുറേ നാളത്തെ ഒരാഗ്രഹമാണ്. പക്ഷേ സലൂണിലും പിന്നെ ഒരു കാര്യം പറയട്ടെ, ബാക്ക്ഗ്രൗണ്ട് സൗണ്ടുകൾ ഉണ്ടാവും, അത് നിങ്ങൾ ക്ഷമിച്ച് തരിക. കാരണം ഒരുപാട് കുട്ടികൾ, കാരണം ശനിയാഴ്ചയാണ്, ഒരുപാട് കുട്ടികൾ സ്കൂളിൽ പോകാതിരിക്കുന്നുണ്ട്. ഇന്ന് സ്കൂളില്ല, കുറേ അടുത്തുണ്ടോ തോന്നണം, അറിയില്ല, സ്കൂളില്ല. അപ്പോൾ എല്ലാ വീട്ടിലും വാശി പിടിച്ചും കൊണ്ടിരിക്കണം. അപ്പോൾ കരീനൊച്ചയൊക്കെ ഉണ്ട്. അത് നിങ്ങൾ നെവർ മൈൻഡ്, നിങ്ങളെ വീട്ടിലും അങ്ങനെ ഉണ്ടാവുമല്ലോ, ഉണ്ടാവുന്ന ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ എനിക്ക് കുറേ നാളത്തെ ഒരാഗ്രഹമാണ് നെയിൽ ആർട്ട് ചെയ്യുക എന്നുള്ളത്. അത് എന്താ അങ്ങനെ ആഗ്രഹം ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ ഒരുപാട് ആൾക്കാർ നമ്മളിങ്ങനെ സ്റ്റോറി ഇട്ടിട്ടും വീഡിയോസ് ഇട്ടൊക്കെ കാണുമല്ലോ നെയിൽ ആർട്ടിൻ്റെത്. ഇങ്ങനെ നമ്മളെ നഖം കണ്ടില്ലേ, ഉണ്ട നഖം. പിന്നെ എൻ്റെ കൈ ഇങ്ങനെ ഉരുണ്ടിട്ടുള്ള ഇതായോണ്ടിച്ച് മേച്ചാവോന്ന് എനിക്കറിയില്ല, നിങ്ങൾക്ക് കാണില്ലേ, മേച്ചാവോന്ന് എനിക്കറിയില്ല. പക്ഷെ ഞാൻ ഒരു വട്ടം ചെയ്തു. പക്ഷെ ആ ഒരു വട്ടം ചെയ്യുക പറഞ്ഞു കഴിഞ്ഞാൽ സലൂണിൽ പോയി ചെയ്യല്ല, ഞാൻ ഒറ്റയ്ക്ക് ചെയ്യുക. നമ്മൾ വെപ്പുന്നേക്ക് വാങ്ങി ഒട്ടിച്ചൂലേ. പക്ഷേ അതെന്താ വെച്ചുണ്ടായി എന്ന് വെച്ച് കഴിഞ്ഞാൽ, അന്ന് കുറച്ച് നീളം കൂടി, കട്ട് ചെയ്തില്ല ഞാൻ. അങ്ങനെ വെച്ചപ്പോൾ ശരിക്കും കാണുന്ന ആൾക്കാർക്കൊക്കെ അറിയത് ശരിക്കും വെപ്പുന്നേകം വെച്ചതാണെന്ന്. അപ്പോൾ ഇന്ന് എനിക്ക് വെറുതെ ഞാനും ചെയ്യാമെന്ന് കരുതി. അപ്പോൾ അന്ന് വാങ്ങിയതിൻ്റെ കുറച്ച് സാധനങ്ങൾ എൻ്റെ കയ്യിലുണ്ട്. ഇതാണ്ടോ, ഇതാണ് ഫേക്ക് നെയിൽസ്, കണ്ടോ, ഇതാണ് ഫേക്ക് നെയിൽസ്. പിന്നെ അതിൻ്റെ ഒപ്പം വേറൊരു ഗ്ലൂ ഞാൻ വാങ്ങിയിട്ടുണ്ട്. കാണുന്നുണ്ടാവില്ല നിങ്ങൾക്ക്. അതിൻ്റെ ഒപ്പം ഞാനൊരു ഗ്ലൂവും വാങ്ങിയിട്ടുണ്ട്. കണ്ടോ, ഇതാണ് ഇപ്പോൾ നമ്മൾ കൈമേ ചെയ്യാൻ പോണത്. പിന്നെ നിങ്ങൾ എഴുതിപ്പോൾ ഈ വെള്ള നഖമായിട്ട് വെക്കുകയാണോന്ന്, അല്ല, ആ സാധനം ഇവിടെ ഉണ്ടോയെന്ന് ഞാൻ നോക്കട്ടെ. ആദ്യൻ്റെ ഷെൽഫിൽ ഞാൻ അതെടുത്ത് വെക്കാൻ മറന്നു, ഞാനൊന്ന് പോയി നോക്കട്ടെ. ഈ സാധനം കിട്ടിയിട്ടുണ്ട്. ഇത് സുഡിയോന്ന് വാങ്ങിയൊരു, കാണുന്നില്ല, സുഡിയോന്ന് വാങ്ങിയൊരു ഇതാണ് ക്യൂടെക്സ്. ഈ ഒരു കളർ തന്നെ ഉള്ളൂ എൻ്റെ അടുത്ത്. പക്ഷെ എനിക്ക് എൻ്റെ നഖത്തിൽ തന്നെ ഇത് എടുക്കാനുള്ളൊരു ഇതില്ല, ഇഷ്ടമല്ല. അപ്പോൾ ഞാൻ കരുതി അങ്ങനെ ചെയ്യാം. അങ്ങനെ ടിഷ്യൂവും സാധനങ്ങളൊക്കെ കൊടുന്ന് വെച്ചിട്ടുണ്ട്. ഞാൻ എന്തായാലും ചെയ്തേക്കാം. പിന്നെ സലൂണിൽ പോയി ചെയ്യുമ്പോൾ കുറച്ച് എക്സ്പെൻസീവ് ആണെന്ന് തോന്നുന്നു, അറിയില്ല, ഞാൻ ചെയ്യാത്തതുകൊണ്ട് എനിക്കറിയില്ല. ഇപ്പം നമ്മളിത് ആദ്യം ചെയ്യേണ്ടത്, പിന്നെ ഇതിൻ്റെ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞിക്കണമെന്ന് വെച്ചാൽ അറിയില്ല കേട്ടോ മനേ, അത് നോക്കിയിട്ടില്ല. ഇതിൽ എക്സ്പയറി ഒന്നും ഇല്ല, കയ്യൊന്നും ഉണ്ടാവില്ല അല്ലേ, ഇതിൽ എഴുതിയിട്ടൊന്നുമില്ല. അപ്പം നമുക്ക് നോക്കി നോക്കാം. അപ്പോൾ ഇതിന് മുന്നേ ഇപ്പം എൻ്റെ കൈ കണ്ടോ, അത്യാവശ്യം നഖം വളർന്നിട്ടുണ്ട്, അപ്പി നഖമായിട്ടുണ്ട് കണ്ടോ. അതേപോലെ ഇതിലും ഉണ്ട് കണ്ടോ. അപ്പം എന്തായാലും നഖം ഇത് ഫോക്കസ് ആവണില്ല അല്ലേ, അപ്പോൾ ഫോക്കസ് ആയില്ലേ, കണ്ടോ, നഖം വളർന്നിട്ടുണ്ട്. അപ്പം ഇനി ആദ്യം ഈ നഖം വെട്ടാം. ഞാൻ കണ്ട വീഡിയോസിലൊക്കെ ആദ്യം നഖം വെട്ടും. ഇവിടെ ഞാൻ തലക്കണി ആട്ടോ വെച്ചിരിക്കണത്, ഇങ്ങനെ കൈ വെക്കാനും വേണ്ടിയിട്ട്. അപ്പം നമുക്ക് ആദ്യം നഖം വെട്ടിക്കൊടുക്കാം. അത് കത്രിക മൂർച്ചല്ല ഗൈസ്, ഞാൻ എന്ത് ചെയ്യും, കുഴപ്പമില്ല, നോക്കി നോക്കാം. ആദ്യം നഖം കുറച്ച് പറ്റ വെട്ടുക. പറ്റ പറഞ്ഞാൽ വെട്ടിക്കഴിഞ്ഞിട്ട് കാണിച്ചു തരാം. മുട്ട കുട്ടിയാക്കിയിട്ട് വെട്ടുക നഖത്തിന് ഫുള്ളായിട്ട്. മനസ്സിലായോ? മനസ്സിലാവണം. വേണ്ടോ, ഇത് പറ്റ വെട്ടിയതാണ്ടോ, പറ്റ വെട്ടിയതാ. അവിടുത്തെ എല്ലാം എടുത്തിട്ടൊക്കെ വെട്ടിട്ടോ. ഇനി ഇതൊത്തിയും വെട്ടും. ഇനി നമുക്കില്ലേ പിന്നെ മടിയിലൊക്കെ നിറച്ച് നഖമാണ്. അത് നമുക്ക് ഈ ടിഷ്യൂക്ക് പെറുക്കിയിടാം, ലാസ്റ്റ് കളയാം. കണ്ടോ, ഇതൊക്കെ പെറുക്കി പൊതിഞ്ഞിട്ടുണ്ട്. ഞാൻ പുതിയ ന്യൂ ലുക്കിലാണ്. ഞാൻ അധികവും അങ്ങോട്ട് ഇങ്ങനെ ആയിരിക്കാം, കാരണം ഞാനിങ്ങനെ കുത്തിയിട്ട് അത്ര രസം. എല്ലാവരും എന്നോട് പറയുന്നു ഞാനിങ്ങനെ മഫ്ത കുത്തിയിട്ടാണ് രസം എന്ന്. അപ്പം ഞാൻ കരുതി മഫ്ത കുത്ത, അതാവുമ്പോൾ ഇതിൻ്റെ കുറച്ച് താടിയൊക്കെ കൊണ്ട് മറിയും ചെയ്യും, കവളൊക്കെ ഒന്ന് മറി. പിന്നെ എനിക്ക് കുറച്ച് കവള് കൂടുതലാണ്, ഇവിടെ അടക്കണ്ടിച്ച് കവള്. ബാങ്ക് കൊടുക്കണം ഉണ്ടായിരിക്കാം.
ഇപ്പം ബാങ്ക് കൊടുക്കൽ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പം എൻ്റെ കയ്യിൽ കണ്ടോ ഗൈസ് ഒട്ടിക്കുക. നമുക്ക് ഇതിൻ്റെ പരിപാടി നോക്കാം. പക്ഷേ അല്ലേ ഇതാണ് സാധനം. ഇതുണ്ടോ ഏയ് ഇതാണ് സാധനം വരുന്നത്. കണ്ടോ ഇതാണ് സാധനം വരുന്നത്. ഇനി നമുക്ക് ഓരോ വിരലിക്കും മാച്ചായിട്ടുള്ളത് നോക്കാം. അപ്പോൾ ഞാൻ കുറച്ച് അടുത്തേക്ക് വരുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഇതാണ് ചെറുവിരലിക്ക് പാകം. കണ്ടോ ഇതാണ് ഇതെങ്ങനത്തെ ഷേപ്പാണ് ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്. കണ്ടോ ഇതാണ് ഷേപ്പ് വരുന്നത്. നമുക്കിത് ഇങ്ങനെ ചെറുവിരലിലേക്ക് ഇത് ഇപ്പം എന്തായാലും നമുക്ക് ഒട്ടിക്കാം. എന്നിട്ട് നമുക്ക് നോക്കാം. ഇല്ലെങ്കിൽ നമുക്ക് പേർത്താണ്ട് ഇപ്പം ഇനി വരൂലേ പേടിയാവുന്നുണ്ട്. അപ്പം നമുക്ക് ആദ്യം ഇത് ഒട്ടിക്കാം. എന്നിട്ട് പിന്നെ കട്ട് ചെയ്യുക. അങ്ങനത്തെ കുറച്ച് പരിപാടി ഉണ്ട്. അപ്പോൾ അത് ഗ്ലൂ ഇതെടുക്കുക. ഇതിങ്ങനെ പിടിക്കുക. ഇതിങ്ങനെ പിടിക്കുക. നേരം ഇങ്ങനെ പിടിക്കുക. ഇതെന്താ അത് ഫോക്കസഡ് ആവാത്ത. ഇതിങ്ങനെ പിടിക്കുക. എന്നിട്ട് ഇങ്ങനെ വരുന്നില്ലേ. കുറേ വന്നു കുറച്ച്. അപ്പം നമുക്ക് ഇത് ചെറുവിരലിൽ ഒട്ടിച്ചു കൊടുക്കാം. പേടിയാവണുണ്ട്. എൻ്റെ വിരൽ പേരുമെന്ന് പേടിയാവണം. അതോ വിരലല്ല നേക്കാം. ഇനി കുറച്ച് നേരം അങ്ങനെ അമർത്തി പിടിക്കാം. കൈ സൊട്ടി ഇതാണ് വരുന്നത്. പക്ഷെ ഇത് ഒരു സുഖമായിട്ട് ഫീൽ ചെയ്യണില്ല. ചെറുവിരൽ തൊട്ടി. ചെറുവിരലുണ്ടോ ക്ലിങ്. നമുക്ക് നെക്സ്റ്റ് വിരൽ. ഇനി ഇത് പിന്നെ കാണില്ലേ. ഇതൊക്കെ ചാടിപ്പോവാൻ ചീറ വരുന്നുണ്ട്. കുറച്ച് നേരം ഇങ്ങനെ പിടിച്ചിട്ട് തള്ളാൻ വില കുറച്ച് റിസ്ക്കാണ്. വെട്ടേണ്ടി വരും തോന്നുന്നു. ഒട്ടി അപ്പം എൻ്റെ ഫൈനൽ ലുക്ക് നിങ്ങൾക്ക് നൊട്ടിട്ടുണ്ട്. കാണിച്ചതാ ഫൈനൽ ലുക്ക്. രാക്ഷസി എൻ്റെ കൈമ കൂടെ കണ്ട് ഒട്ടി. ഇല്ലേ മറ്റേ റിയൽ നെഗല്ലേ നമ്മൾ എന്തെങ്കിലും ആവുമെന്നൊരു പേടി. കാല് കടയിൽ തുടങ്ങി. വല്ലാത്ത കടയിൽ. നമുക്കിത് അടച്ചു വെക്കാം. ഇതാണ് ഇപ്പം എൻ്റെ നഖത്തിൻ്റെ ഒരു ഫൈനൽ ലുക്ക്. ഇതൊരു നാച്ചുറൽ നഖം പോലെ ആക്കിയെടുക്കണം. അതാണ് ടാസ്ക്. കാരണം ഇപ്പോൾ കുറച്ച് കണ്ടാൽ തന്നെ അറിയുമല്ലോ ഞാൻ എവിടുന്നോ പോയി ഒപ്പിച്ച് വെച്ച് കൊളാക്കിക്കാണെന്ന്. അപ്പം നമുക്ക് ആദ്യം ഇനി വെട്ടി ഷേപ്പാക്കണം. അത് ഞാൻ കാണിക്കാം. പൊരുതിയിട്ട് എങ്ങനെയൊക്കെ ശരിയാക്കാം. ഇത്ര മതി എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. അപ്പോൾ കുറച്ച് നേരത്തിന് ശേഷം ഞാനിവിടെ എത്തിയിരിക്കുന്നു. എൻ്റെ നഖത്തിൻ്റെ കോലം ഇപ്പം ഇങ്ങനെ ആയിട്ടുണ്ട്. ഇത് ഒരതി ശരിയാക്കാൻ കുറച്ച് പണിപ്പെട്ടു. കണ്ടോ ഇത്ര മതി. വല്ലാതെ ഓവറായി കഴിഞ്ഞാൽ ഒരു നാച്ചുറാലിറ്റി ഫീൽ ചെയ്യില്ല. ഇത് ചിലപ്പോൾ ഞാൻ ഇപ്പം തന്നെ പുറത്തിട്ടാണ്. അങ്ങനെ കുറേ നേരം വെക്കൊന്നുമില്ല. ഇനി നമുക്ക് ഇതായി ഒരു പെയിൻറ്റ് ഇത് മടിക്കാം. വെള്ള കിട്ടുമ്പോൾ ഒരു രസമല്ലല്ലോ. രസമുണ്ടോ? വേണ്ട നമുക്ക് പെയിൻ്റ് അടിക്കാം. പെയിൻ്റല്ല ക്യൂടെക്സ്. അപ്പം നമുക്ക് ക്യൂടെക്സ് അടിക്കാം. ക്യൂടെക്സ് ഉണ്ടോ നല്ല. ഇതിൻ്റെ മണം നല്ല രസമാണ്. അപ്പം നമുക്ക് ആദ്യം ഒരു കോട്ട് കൊടുക്കാം. ഇതുമ്പോൾ അങ്ങനല്ലേ ഡോട്ട് പോലെയൊക്കെ ചെയ്യൂലേ, അങ്ങനെയൊക്കെ ചെയ്യണം എന്നുണ്ട്. പക്ഷെ അത് ചെയ്യണമെങ്കിൽ വേറെ കളറ് വേണ്ടേ. എൻ്റെ അടുത്ത് ഈ ഒരു കളർ തന്നെ ഉള്ളൂ. ഒരു കോട്ട് ചെയ്തിട്ടുണ്ട്. ഈ ഒരു കോട്ട് മതി. പക്ഷെ ഒരു ഫിനിഷിങ്ങിന് വേണ്ടി നമുക്ക് ഒന്നും കൂടി അടിക്കാം. അപ്പോൾ ആദ്യം ഇതൊന്ന് ഉണങ്ങട്ടെ.
എങ്ങനെയുണ്ട്? രസമുണ്ടോ? എൻ്റെ കൈക്ക് ഇത് മാച്ചാണല്ലോ അല്ലേ ഈ കളറ്? എന്നാൽ ഞാനിപ്പോൾ തന്നെ പുറത്തു ചെറുവിരലിൽ ഇടാട്ടോ ഞാൻ. അങ്ങനെ നമ്മൾ ഫൈനലി 2 കോട്ട് ഇട്ട് അവസാനിപ്പിച്ചു. വെച്ച് മതിയായി. ഇപ്പം തന്നെ എടുക്കാനൊക്കെ തോന്നുന്നുണ്ട്. ഉണങ്ങിക്കഴിഞ്ഞാൽ സീനില്ല തോന്നുന്നു. നോക്കട്ടെ, പരമാവധി ഒരു ദിവസം വെക്കാൻ നോക്കണം. എന്തായാലും രാത്രിൻ്റെ ഉള്ളിൽ ഞാൻ എന്തായാലും പുറത്തു ഷുവർ. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ വേഗം തന്നെ എൻ്റെ ചാനൽ എല്ലാവരും 1K സബ്സ്ക്രൈബേഴ്സ് ആക്കി തരാൻ ശ്രമിക്കുക. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഓക്കെ, ബൈ.